ഹരേ രാമ ഹരേ കൃഷ്ണ. നിങ്ങൾ നിസ്സഹായനെന്ന് ആരും കരുതണ്ട. ആരും നിങ്ങൾക്ക് രക്ഷയായി എത്തിയില്ലെന്നും കരുതണ്ട. സർവരും നിങ്ങളെ കൈവെടിഞ്ഞാലും ഈശ്വരനിലാണ് നിങ്ങൾ അഭയം തേടിയതെങ്കിൽ ഈശ്വരൻ നിങ്ങളെ കൈവെടിയില്ല. മറ്റുള്ളവരുടെ ആശ്രയം തേടിയല്ല നമ്മൾ ജീവിതം നയിക്കേണ്ടത്. ആരും ആർക്കും സ്വന്തമെന്നും കരുതണ്ട. ഇന്ന് കൂടെയുള്ളവർ നാളെ കൂടെ ഉണ്ടാവണമെന്നില്ല. നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തത് ഈശ്വരൻ മാത്രമാണ്. ഈ ഈശ്വരൻ ഈ ജന്മം മാത്രമല്ല, എല്ലാ ജന്മങ്ങളിലും നിങ്ങൾക്കൊപ്പം തന്നെ. നിങ്ങൾ ചേർന്നലിയുന്നതും ഈശ്വരനിൽ തന്നെ. നിങ്ങളെ സൃഷ്ടിച്ചതും ആ ഭഗവാൻ തന്നെ. മറ്റുള്ളവർ കാരണമായി എന്നുള്ളൂ. ആ ഭഗവാൻ ആരെയും കൈവെടിയില്ല. സ്വന്തം കർമ്മങ്ങളിൽ എല്ലാവരും ശരി കണ്ടെത്തും. കാരണം മനുഷ്യജന്മം അങ്ങനെ തന്നെയാണ്. ശരിയെന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എന്നിലേ ശരി ഉള്ളൂ എന്നും ദുർവിധിയുടെ പാലങ്ങളിലേക്ക് കയറി വരുന്നവർ ചിന്തിക്കും. ഈശ്വരനെ പോലും വെല്ലുവിളിക്കും. അതെല്ലാം അവർ ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവമാവാൻ പോകുന്ന സമയം അടുത്തു വരുന്നു എന്നതിലാണ്. കാരണം ഈശ്വരവിശ്വാസിയെ ഒരു ദുർവിധിയും ഒന്നും ചെയ്യില്ല. വിധിയെ എങ്ങനെ മറികടക്കും? ഇത്തരം അവസരങ്ങളിൽ താനേ തനിക്ക് കുരുക്കൊരുക്കും. ഈശ്വര ചിന്തകൾ അകലും, തിന്മയെ കൂട്ടുപിടിക്കും. എപ്പോഴും ഈശ്വര ചിന്തയോടെ ജീവിക്കുക. എങ്കിൽ ഭഗവാൻ കൂടെയുണ്ടാകും. നമുക്ക് ഈശ്വരൻ എന്താണോ കൽപ്പിച്ചു നൽകിയത് അതിൽ പൂർണ്ണ സംതൃപ്തി അടയുക. ഈശ്വരനാണ് എല്ലാമെന്ന് കരുതുക. നമുക്ക് ആശ്രയം ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് ജീവിതം സന്തോഷം നിറഞ്ഞത് തന്നെ. എന്നും ഈശ്വരനിൽ അഭയം തേടി ജീവിതം ധന്യമാക്കാം. ഭഗവാൻ ഞാൻ എന്നൊന്നില്ല. എല്ലാം അങ്ങ് തന്നെ. എല്ലാം അവിടുത്തെ തീരുമാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.